അച്ഛൻ നമ്മുടെ ഇടവകയിലേക്ക് വന്നിട്ട് 1 വർഷമായുള്ളെങ്കിലും ഈ 1 വർഷക്കാലം കൊണ്ട്, ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആൻഡോ അച്ഛന് കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അച്ഛൻ പ്രത്യേകിച്ചും കുട്ടികളോട്, നമ്മുടെ കാറ്റഗിസം കുട്ടികളോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും, കുർബാന, കുമ്പസാരം, ആരാധന, ഇത്തരം ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെ കാര്യമായിട്ട് കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൂടാതെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനായിട്ട് നമ്മൾ ചെയ്ത കലാപരിപാടികളിലും ഔട്ട്റീച്ച് പ്രോഗ്രാമുകളിലും അതിലെല്ലാം, പിന്നെ അതുകൂടാതെ അച്ഛൻ ക്ലാസ് എടുക്കുകയും അവർക്ക് വേണ്ട എല്ലാം കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിൽ എപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഐ ഷുഡ് സേ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ടീച്ചേഴ്സ്, കുട്ടികളോട് മാത്രമല്ല ടീച്ചേഴ്സായിട്ടും അച്ഛന് വളരെ നല്ലൊരു റിലേഷനാണ് ഉണ്ടായിരുന്നത്. ടീച്ചേഴ്സിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനും ടീച്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛന് വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഡേ ഒക്കെ ഞങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ആഘോഷിച്ചതെന്ന് ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഈ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി സേവനം ചെയ്ത്, പ്രത്യേകിച്ച് കാറ്റഗിസം സ്കൂളിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന ആൻഡോ അച്ഛൻ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അച്ഛന് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ല എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എവിടെയായിരുന്നാലും സാന്തോമിൻ്റെ ഹൃദയത്തിൽ അച്ഛന് ഒരു സ്ഥലമുണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഒരു നല്ല വൈദികനായി ജീവിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു വിശുദ്ധനായി, ഒരു രണ്ടാം ക്രിസ്തുവായി, മറ്റൊരു ക്രിസ്തുവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാശംസകൾ. Dear Andrew Acha, on behalf of the Holy Childhood, we would like to express our heartfelt gratitude for everything you have done for us. Your presence and support during the Holy Childhood activities have truly been like a blessing to us. Through your Sunday homilies, you have deeply touched our hearts and inspired us to grow closer to God. In our class assemblies, you have shared a lot of messages, especially about sex. We will always cherish and the lessons and the values that you have shared with us. We will miss your lovely smile and your friendly care, but we rejoice in the work God has prepared for you ahead. May God continue to bless you and guide you for your priestly mission. Thank you, Andrew. ചിലർ അങ്ങനെയാണ്, ആരാലും അറിയപ്പെടാതെ, ശബ്ദമില്ലാതെ തൻ്റെ ഗുരു കാണിച്ചു തരുന്ന പാതയിലൂടെ നിശബ്ദരായി നടക്കുന്നവർ. അവരാണ് കേട്ടോ യഥാർത്ഥത്തിൽ പ്രകാശമുള്ള മനുഷ്യർ. നമ്മൾ തെളിയുന്നു എന്ന് പറയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവർ. ഒരുപാട് ആളുകൾ കാണാത്ത നന്മകൾ, ശബ്ദമില്ലാത്ത കരുണ, പ്രഖ്യാപനമില്ലാത്ത സേവനം, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം. ഞാൻ വൈകി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കേട്ടോ ആൻഡോ അച്ഛൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അനുഗമിക്കുന്ന നല്ലൊരു ശിഷ്യനാണ് അദ്ദേഹം. മാതൃവേദിക്ക് എന്നും നല്ലൊരു മുതൽക്കൂട്ടായിരുന്നു ആൻഡോ അച്ഛൻ. ഞങ്ങളുടെ യാത്രകളിലാവട്ടെ, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലാവട്ടെ, എന്നും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ അച്ഛൻ സമയം കണ്ടെത്തി. ഇതാ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ലാസ്റ്റ് സപ്പറിൻ്റെ വീഡിയോ, അതിൻ്റെ ഡയറക്ടറും ആൻഡോ അച്ഛനായിരുന്നു. എണ്ണി തീർക്കുന്നില്ല ഫാദർ താങ്കൾ ഞങ്ങൾക്ക് നൽകിയ നന്മകളൊക്കെ. എത്ര മനോഹരമായിട്ടാണ് അങ്ങ് പ്രസംഗിക്കുന്നത്. അതിപ്പോഴും ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ നോമ്പുകാല ചിന്തകളെ തന്നെ മാറ്റിമറിച്ച ഒരു ആശ്രമ വിസിറ്റ് ഉണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഒരുപാട് പഠിക്കുവാനും ചിന്തിക്കുവാനും അച്ഛൻ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്നു. ഒരുപാട് ഒച്ച വെക്കാതെയും താൻ കണ്ട ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അച്ഛൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ആൻഡോ അച്ഛ, അച്ഛൻ ഞങ്ങൾക്ക് സമ്മാനിച്ച താവുമിടലുണ്ടല്ലോ, അത് അമ്മമാർ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കും. ഇടവക ശുശ്രൂഷ ജീവിതത്തിൻ്റെ
അവസാന ഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരുന്നതിനാൽ ഈ സാന്തോമിനെയും ഞങ്ങളെയും അച്ഛൻ ഒരിക്കലും മറക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അച്ഛൻ്റെ ജീവിതയാത്രകളിൽ, അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സർവശക്തൻ്റെ കരുതലും തലോടലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സാന്തോം മാതൃവേദി എല്ലാവിധ നന്മകളും അച്ഛന് നേരുന്നു. താങ്ക് യു. ഡിയർ ആൻഡോ അച്ഛ, ഈശോ സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സാന്തോം ഇടവകയ്ക്ക് അനുഗ്രഹമായി ലഭിച്ച ആദ്യത്തെ കപ്പുച്ചൻ അച്ഛനാണ് നമ്മുടെ ആൻഡോ അച്ഛൻ. പിതൃവേദിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായി നിന്ന ആൻഡോ അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛൻ്റെ അനേകം ക്വാളിറ്റികളിൽ എടുത്തു പറയാവുന്ന ഒരു ക്വാളിറ്റിയാണ് അച്ഛൻ്റെ ലീഡർഷിപ്പ് സ്കില്ലും അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ വിത്ത് യൂത്തും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പിതൃവേദിയും യൂത്തും കൊളാബറേറ്റീവ്ലി സംഘടിപ്പിച്ച നമ്മുടെ സോളിഡാരിറ്റി ഡേയിൽ അച്ഛൻ വഹിച്ച പങ്ക്. വളരെ എനർജറ്റിക്കും യൂത്ത് ഐക്കണുമായ നമ്മുടെ ആൻഡോ അച്ഛൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പിതൃവേദിയുടെ പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു അച്ഛ. താങ്ക് യു. ഡിയർ ആൻഡോ അച്ഛ, അച്ഛൻ സാന്തോം ഇടവകയിലെ 1 വർഷത്തിലേറെ നീളുന്ന സുദീർഘമായ സേവനത്തിന് ശേഷം പുതിയൊരു അസൈൻമെന്റ് ഏറ്റെടുത്ത് ഞങ്ങളെ പിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോൾ ദിസ് ഫീൽസ് ലിറ്റിൽ സൂൺ ഫോർ us. അച്ഛൻ വളരെ കുറച്ചു കാലം മാത്രമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരുപാട് കാലം ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് ഉള്ള ഫീലിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെയുള്ള ഒരു ഡീപ് കണക്റ്റാണ് അച്ഛൻ ഇവിടെയുള്ള എല്ലാവരുമായും എസ്റ്റാബ്ലിഷ് ചെയ്തത്, എസ്പെഷ്യലി ദ യൂത്ത് ഓഫ് ദിസ് പാരിഷ് ആൻഡ് അതർ സ്പിരിച്വൽ കമ്മ്യൂണിറ്റീസ്. അച്ഛൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. യുവർ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വാസ് ഓസം. ഞങ്ങളെ ഇത്രയും കാലം സ്പിരിച്വലി ആൻഡ് സോഷ്യലി ലീഡ് ചെയ്ത അച്ഛൻ്റെ സാന്നിധ്യത്തിന് നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ്റെ ദിവ്യബലിയും പഥ്യനിർഭരമായ ദിവ്യബലിയും ഷോർട്ട് ആൻഡ് ക്രിസ്പായ വചന സന്ദേശങ്ങളും ഞങ്ങൾ തീർച്ചയായും മിസ് ചെയ്യും. അച്ഛൻ്റെ പുതിയ പ്രവർത്തന മേഖലകളിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. പ്രത്യേകിച്ച് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും ആശംസകളും. താങ്ക് യു. പ്രിയപ്പെട്ട ആൻഡോ അച്ഛ, അച്ഛൻ ഇവിടെ നിന്നും ട്രാൻസ്ഫറായി പോവുകയാണെന്നുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു. ദിവസങ്ങളുമില്ല അച്ഛനോട് യാത്രയപ്പ് പറയാനായിട്ട്. 1 വർഷക്കാലം അച്ഛൻ സാന്തോം ഇടവകയിൽ ഇരുന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. അച്ഛൻ്റെ വിശുദ്ധ കുർബാന അർപ്പണവും യുവാക്കളോടുള്ള പെരുമാറ്റവും കൊച്ചുമക്കളോടുള്ള പെരുമാറ്റവും വളരെയധികം ആകർഷണീയമായിട്ട് തോന്നാറുണ്ട്. അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എല്ലാവരെയും ദൈവികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹം അച്ഛൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും നമുക്ക് തോന്നാറുണ്ട്. അച്ഛൻ യുവാക്കളുടെ ഇടയിൽ ഒരു യുവാവായും കൊച്ചുമക്കളുടെ ഇടയിൽ ഒരു കൊച്ചുകുട്ടിയായിട്ടും പ്രവർത്തിക്കുന്ന മേഖലകളെ ഞാൻ പലപ്പോഴും ശ്രദ്ധയോടുകൂടി കാണാറുണ്ട്. അച്ഛൻ്റെ ഈ ട്രാൻസ്ഫറിൽ അച്ഛന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ട്രാൻസ്ഫർ ആകുന്ന സ്ഥലങ്ങളിലും അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വളരെ ഉയർച്ചയിലേക്ക് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏജ്ലെസ് ഗ്രൂപ്പിൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ സഹവികാരിയും കപ്പൂച്ചൻ സഭാംഗവുമായ ആൻഡോ പാറേക്കടനച്ച, അദ്ദേഹം തൻ്റെ 1 വർഷത്തോളമുള്ള സാന്തോം ഇടവക സേവനത്തിനു ശേഷം നിയുക്തമായ അടുത്ത സേവന ഉത്തരവാദിത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ എന്നും സന്തോഷം നൽകുന്നു. ആദ്യമായി തെളിഞ്ഞു വരുന്നത് ഒരു ധ്യാനഗുരു എന്ന രീതിയിൽ 1 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ നടത്തിയ ആത്മീയത നിറഞ്ഞ വചനപ്രഘോഷണങ്ങളാണ്. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളെ തൻ്റെ ആത്മീയ പാതയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു യുവജന കൊയറിന് ആരംഭം കുറിക്കുവാനും
അത് നല്ല രീതിയിൽ പരിപാലിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മറ്റ് ഇടവക സംഘടനകളിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും തൻ്റേതായ തനത് സംഭാവനകൾ നൽകുകയും ചെയ്തു. ആയതിനാൽ ഇടവകയിലെ അംഗങ്ങളായ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ആൻഡോ പാറേക്കാടൻ അച്ഛന് അദ്ദേഹത്തിന് ബലമേൽപ്പിച്ചിരിക്കുന്ന അടുത്ത മിഷനറി ഉത്തരവാദിത്വത്തിന് എല്ലാ ആശംസകളും നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എത്രയും ബഹുമാനപ്പെട്ട നമ്മളുടെ റോസ് സിസ്റ്റർ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഏകദേശം 1 വർഷക്കാലത്തോളം നമ്മുടെ തോളോട് തോൾ ചേർന്ന് ഇടവകയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സാന്തോം കൊയറിൻ്റെ ആനിമേറ്ററായി പ്രവർത്തിച്ച സിസ്റ്റർ പുതുതായി ഒരു ജൂനിയർ കാറ്റഗിസം കൊയർ തുടങ്ങാൻ അതിന് തുടക്കം കുറിക്കുന്നതിന് ഒരു കാരണമായി തീർന്നു. അതിനോടൊപ്പം ഹോളി ചൈൽഡ് എന്ന കൂട്ടായ്മയെ ഒത്തിണക്കി കൊണ്ടുപോകുന്നതിനും സിസ്റ്റർ കാണിച്ച ഉത്സാഹം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്റർ റോസ്ന് സാന്തോം ഇടവക ജനത്തിൻ്റെ വക എല്ലാ ആശംസകൾ നേരുന്നതിനൊപ്പം ഈ വർഷക്കാലം ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു. Dear Andoacha, respected parish members and my dear friends, today as I stand before you, it is with a heart full of gratitude and emotion that I offer this farewell speech. We have gathered here to thank and honor Father Ando Parikadan, who has been a constant source of strength, guidance and inspiration to all of us, especially the youth of this parish. From the very beginning of your time, you embraced this community with love, humility and dedication. Your presence among us was not just as a Kochachan, but as a true shepherd who cared deeply for every individual. On the personal note, Father, I especially am grateful for the close bond we share. You have guided me in every step of my journey as the youth president, teaching me the smallest responsibilities with care, patience. In my hardest moments, you stood by me like a pillar of support. Your actions truly reflect your love and compassion. Your simplicity, kindness, and patience have inspired us all. You had a special way of connecting with the youth, always motivating us to grow stronger in faith and to serve in sincerity. Whether it was through your words, your actions, or your silent prayers, you taught us the true meaning of service and leadership. On behalf of the entire youth and the parish community, I would like to express our heartfelt gratitude for everything you have done for us. Your tireless efforts, your sacrifices, and your constant support will never be forgotten. As you move on to your next mission, we send you with our prayers and best wishes. May God continue to bless you abundantly, guide your path, and grant you strength and joy in all that you do. Though you may be leaving this parish, you will always remain in our hearts. Thank you, Father, for being a light in our lives. We wish you all the very best in your journey ahead. God bless you as always. Thank you.